ഹേയ്, ഇനി നമുക്ക് എന്താണ് ഫ്രണ്ട് എൻഡ് ഡെവലപ്മെന്റ് എന്ന് നോക്കിയാലോ. നമ്മളെല്ലാവരും ഡെയിലി ലൈഫിൽ പല തരത്തിലുള്ള വെബ്സൈറ്റ്സ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് അല്ലേ. ഒരു ഫ്ലൈറ്റ് റിസർവേഷൻ ആയിക്കോട്ടെ, ഒരു ജോബ് സെർച്ചിങ്ങിനായിക്കോട്ടെ, ഓൺലൈൻ ഷോപ്പിങ്ങിനായിക്കോട്ടെ, ഇതിനൊക്കെ നമ്മൾ വെബ്സൈറ്റ്സ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഒരു വെബ്സൈറ്റിൽ നമുക്ക് എന്തൊക്കെയാണ് കാണാൻ പറ്റുന്നത്? ഇമേജസ് ഉണ്ടാകും, ടെക്സ്റ്റ് ഉണ്ടാകും, ബട്ടൺസ് ഉണ്ടാകും, വെബ്സൈറ്റിൻ്റെ ലോഗോ ഉണ്ടാകും. അങ്ങനെ പല എലമെന്റ്സ് ചേർന്നതാണ് ഒരു വെബ്സൈറ്റ്. അപ്പോൾ ഈ എലമെന്റ്സ് എല്ലാമുള്ള നമുക്ക് കാണാൻ പറ്റുന്ന, ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുന്ന വെബ്സൈറ്റിൻ്റെ പാർട്സ്, അതാണ് ഫ്രണ്ട് എൻഡ്. ഒരു വെബ്സൈറ്റ് ബിൽഡ് ചെയ്യാനായിട്ട് നമുക്കൊരു ഡിസൈൻ ഉണ്ടാകും. അപ്പോൾ ആ ഡിസൈൻ യൂസ് ചെയ്ത് ഫ്രണ്ട് എൻഡ് ഡെവലപ്പേഴ്സ് ആണ് അത് ബിൽഡ് ചെയ്യുന്നത്, അതായത് കോഡ് ചെയ്ത് നമ്മൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാക്കി തരുന്നത്. ഡെവലപ്പേഴ്സ് ഒരുപാട് ലാംഗ്വേജസ് യൂസ് ചെയ്ത് ഫ്രണ്ട് എൻഡ് ഡെവലപ്പ് ചെയ്യാറുണ്ട്. എന്നാൽ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് HTML, CSS, JavaScript എന്നിവയൊക്കെയാണ്. ഈ പറഞ്ഞ HTML ആയിക്കോട്ടെ, CSS ആയിക്കോട്ടെ, JavaScript ആയിക്കോട്ടെ, ഓരോന്നിനും ഓരോ പർപ്പസ് ഉണ്ട്. അതിനെപ്പറ്റി അടുത്ത വീഡിയോയിൽ പറയാം.